ഹലോ ഗൈസ്, ഇന്നേ ഒരു ഉണക്കമീൻ കറിയാണേ. ഉണക്ക മാന്തൾ വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. ഇതിന് പല നാട്ടിൽ പല പേരാണേ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താ പേര് പറയണതെന്ന് കൂടെ പറയണം കേട്ടോ. കണ്ണൂർ ഇതിന് ഉണക്ക മാന്തൾ എന്നാണ് നമ്മളൊക്കെ പറയാറ്. പാലക്കാട് നങ്കിമീൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയുന്നതെന്ന് കൂടി പറയണേ. അപ്പോൾ ആദ്യം തന്നെ നല്ല ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് ഊറ്റിയെടുത്തു, ഉപ്പിൻ്റെ രസമൊക്കെ പോകാൻ വേണ്ടി. എന്നിട്ട് തൊലിയൊക്കെ പൊളിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഞാൻ എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായപ്പം കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചു. അതിനുശേഷം ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി. അത് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തു കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതാണ് ഈ ചേർത്ത് കൊടുത്ത പൊടികൾ. പാപ്പൂസ് ഇത് അവിടെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഇങ്ങനെ അടുപ്പിനെ ചുറ്റിപ്പറ്റി അവൻ എപ്പോഴും നിൽക്കുവേ, നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച്, പൊടി നന്നായി മൂത്ത് വന്നതിന് ശേഷം കേട്ടോ വെള്ളം ഒഴിച്ച് അത് ചെറുതായി തിളച്ച് വന്നപ്പോൾ പുളി പിഴിഞ്ഞ വെള്ളമാണ് ചേർക്കുന്നത്. വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ ചേർത്തത്. കുടംപുളി ഇട്ടും ഈ കറി വെക്കാവേ. ഞാനിവിടെ മിക്കപ്പോഴും തേങ്ങ അരച്ച് വെച്ച കറികളോ അല്ലെങ്കിൽ വറ്റിക്കുന്ന കറികളൊക്കെ വെക്കുന്ന സമയത്ത് വാളംപുളിയാണ് കേട്ടോ ചേർക്കാറ്. അങ്ങനെ പുളിയും ചേർത്ത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തേ. ഉപ്പ് വളരെ കുറച്ച് ചേർത്തുള്ളൂ, കാരണം മീനിന് ഉപ്പുണ്ടാവുമല്ലോ. എന്നിട്ട് നമ്മുടെ ചാറ് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിരുന്ന മീൻ കഷ്ണങ്ങളെ പെറുക്കിയിട്ട് കൊടുത്തു കേട്ടോ. ഒന്നാമത് ആ മീൻ തീരെ കട്ടിയില്ല, പിന്നെ ഞാൻ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വെച്ചത് കൊണ്ട് തന്നെ അത് നന്നായിട്ട് അലുത്ത പോലെയായിരുന്നേ. പക്ഷേ ഞാൻ കറിയിലേക്ക് ഇട്ട് കറി തിളച്ച് വെന്ത് വന്നപ്പോൾ മീൻ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മീൻ കറികളിലൊക്കെ മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ ഉലുവ അരച്ച് ചേർക്കുന്നത് നല്ലതാണെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടേ. ഉള്ളതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ എണ്ണ താളിക്കുന്ന സമയത്ത് കടുകും ഉലുവയൊക്കെ ചേർക്കുമ്പോൾ മീൻ കുറച്ചും കൂടി ഉറപ്പ് കിട്ടുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മീനൊക്കെ ചേർത്ത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് തിളപ്പിച്ചു. അപ്പോഴേക്കും മീനിലേക്ക് ആ എരിവും പുളിയും ഒക്കെ നല്ലോണം ചേർന്നു കേട്ടോ. എന്നിട്ട് അവസാനം ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് മൂടി വെച്ചേ. എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് കേട്ടോ മീനിൻ്റെ ചട്ടി ഞാൻ തുറക്കുക. അപ്പോഴേക്കും നല്ലോണം വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് ചാറൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ടാവേ. ആ സമയത്ത് വീഡിയോ ഞാൻ എടുത്തതാട്ടോ, പക്ഷേ അതെൻ്റെ ഫോണിൽ നിന്ന് മിസ്സായിപ്പോയേ. നമ്മുടെ അടിപൊളി കറിയൊക്കെ റെഡിയായി. അപ്പോൾ ഈ മീൻ ഇഷ്ടമുള്ളവർ ഇഷ്ടമില്ലാത്തവരും ഒക്കെ പറയണം കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.